ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷ സംഘടനകൾ. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും തെരുവ് യുദ്ധമാണ് ഇന്നും കണ്ടത്. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധ മാർച്ചുകളിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്തു നിന്നും അഞ്ജു ജയപ്രകാശ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അഞ്ജു, ഈ പറഞ്ഞു വെച്ചതുപോലെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ദിവസങ്ങളോളമായി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും വിഭിന്ന സാഹചര്യം ആയിരുന്നില്ല. തിരുവനന്തപുരത്തെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഏത് രീതിയിലായിരുന്നു? സംഗീത സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ 4ാം ദിവസവും ആരോഗ്യമന്ത്രിയുടെ രാജിക്കായുള്ള മുറവിളി കൂട്ടിക്കൊണ്ടുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ആ പ്രതിഷേധം തെരുവ് യുദ്ധങ്ങളിലേക്ക് കടക്കുന്നതാണ് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിച്ചത്. കോഴിക്കോട് കലക്ട്രേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് മാർച്ച് ആരംഭിക്കുകയായിരുന്നു. അത് പിന്നീട് സംഘർഷാവസ്ഥയിലേക്ക് കലാശിക്കുകയും ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടുന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സമാനമായ സ്ഥിതിയാണ് കോട്ടയത്ത് കണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും സമാനമായ അവസ്ഥയായിരുന്നു. അവിടെ മഹിളാ കോൺഗ്രസ് ആണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെ മുരളീധരനായിരുന്നു ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത് പോയതിന് പിന്നാലെ ബാരിക്കേഡിന് മുകളിൽ കയറിയായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. ഇതിപ്പോൾ ഈ വിഷയം, അതായത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച ഈ സമരം അത് ആരോഗ്യ മേഖലയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള സമരത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്തായാലും അവർ ഓരോ ദിവസവും ഈ പോഷക സംഘടനകളെ പുറത്തിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ പ്രതിഷേധം മാത്രമല്ല ബിജെപിയുടെ പ്രതിഷേധവും നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിലും വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ 4 ദിവസമായി തുടർന്ന ഈ രാജിവെക്കണം, മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അത് തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് മിന്നൽ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിഷേധവുമായി പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിരോധം തീർക്കാൻ LDFും ഈ തരത്തിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. മന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സമരം രൂക്ഷമായാൽ അത്തരത്തിൽ തങ്ങൾ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ അത്തരത്തിലൊരു ജനകീയ ധർണ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന് ഉൾപ്പെടെയാണ് LDF മുന്നോട്ട് പോകുന്നത്. ശരി അഞ്ജു, എന്താണെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി ഇന്ന് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇന്നും കണ്ടത്. അത് വരും ദിവസങ്ങളിലും തുടരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.